എഴുത്തുകാരനും അധ്യാപകനും പ്രൊഫസർ MK സാനു അന്തരിച്ചു. 97 വയസ്സായിരുന്നു. എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ ആശുപത്രിയിലെ പൊതുദർശനം തുടങ്ങിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി ബിന്നിൽ ചേരുന്നുണ്ട്. ബിന്നിൽ, സാംസ്കാരിക കേരളത്തിന് വലിയ നഷ്ടമാണ് സാനുവിന്റെ വിയോഗം. ഇപ്പോൾ പൊതുദർശനം എങ്ങനെ പുരോഗമിക്കുന്നു? സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ക്രമീകരണം എങ്ങനെയാണ്? ഇന്ന് വൈകിട്ട് 5:35 MK സാനു എന്ന സാനു മാഷ് നമ്മളെ വിട്ട് പിരിഞ്ഞത്. 8:15 ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ അമൃത ആശുപത്രിയിൽ പൊതുദർശനം നടക്കുകയാണ്. ഏകദേശം ഒരു 9 മണിവരെ ആശുപത്രിയിൽ പൊതുദർശനം ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് മോർച്ചറിയിലേക്ക് മാറ്റും. അതിനുശേഷം നാളെ രാവിലെ 8 മണിയോടുകൂടിയായിരിക്കും MK സാനു മാഷിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് എറണാകുളം കാരിക്കാമുറി റോഡിലെ അദ്ദേഹത്തിൻ്റെ വീടായ സന്ധ്യയിലേക്ക് കൊണ്ടുവരിക. 1 മണിക്കൂറോളം അവിടെ പൊതുദർശനമുണ്ടായിരിക്കും. അതിനുശേഷം എറണാകുളം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും ഈ പൗരാവലിക്ക് വേണ്ടിയുള്ള വിപുലമായ പൊതുദർശനമടക്കം ക്രമീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. രവിപുരം പൊതു ശ്മശാനത്തിലായിരിക്കും MK സാനു മാഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ഈ പൊതുദർശനം അമൃത ആശുപത്രിയിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടേക്ക് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ MK സാനു മാഷിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കഴിഞ്ഞു. CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ഹൈബിയുടെ MP എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരും എത്തിയിട്ടുണ്ട്. അല്പം മുമ്പ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് MK സാനു മാഷിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയായിട്ടുള്ളൊരു ജീവിതമാണ്. കാരണം 97 വയസ്സ് പിന്നിട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് MK സാനു മാഷ്. കഴിഞ്ഞ 25-ാം തീയതിയാണ് അദ്ദേഹത്തിന് വീട്ടിൽ വച്ച് വീണ് പരിക്കേൽക്കുന്നത്. അതുവരെ നമ്മുടെ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ഒരാളാണ്. ഒരിക്കൽ പോലും വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടാതിരുന്നയാളാണ് MK സാനു മാഷ്. MK സാനു മാഷിനെ കുറിച്ച് അല്പം മുമ്പ് അദ്ദേഹത്തിനോടൊപ്പം സ്ഥിരമായി ഉണ്ടാകാറുള്ള CG രാജഗോപാൽ എന്ന എറണാകുളത്തുകാർ മുത്തു എന്ന് വിളിക്കുന്ന BJP-യുടെ നേതാവ്, അദ്ദേഹം പറഞ്ഞത് ആകാശം കാണാനായി പുറത്തു പോകണമെന്ന് എപ്പോഴും പറയുന്ന ഒരാളാണ് MK സാനു മാഷ് എന്നതാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ പോലും വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. കോവിഡ് കാലത്ത് പോലും അദ്ദേഹം പുറത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നു. അതായത് ഏകാന്തത അദ്ദേഹത്തിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിലേക്ക് എത്തുക, എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുക, ആളുകളോട് സംവദിക്കുക, തനിക്ക് പറയാനുള്ളത് അവരോട് പറയുക, അതൊക്കെ പറയാൻ ആഗ്രഹിക്കുകയും ഈ നാട്ടിൽ എപ്പോഴും സജീവമായി നിലനിൽക്കാനും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും എറണാകുളത്ത് വൈകുന്നേരങ്ങളിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരും MK സാനു മാഷും ഡോക്ടർ CK രാമചന്ദ്രനും കൂടി ആ മൂവർ സംഘം എല്ലാ വൈകുന്നേരങ്ങളിലും എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓരോ ദിവസങ്ങളിലും യാത്ര ചെയ്ത് പോവുകയും അവർ ഒരുമിച്ചിരുന്ന് സംവദിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ആ 3 പേരിൽ അവസാനയാളാണ് ഇപ്പോൾ MK സാനു മാഷ് കൂടി യാത്രയാകുകയാണ്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പോയപ്പോൾ കൊച്ചിയുടെ ഒരു വലിയ മുഖമായി മാറിയ ഒരാളാണ് MK സാനു മാഷ്. കാരണം അദ്ദേഹം ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾക്ക് വലിയൊരു വിലയുണ്ടായിരുന്നു. അതായത് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരുപോലെ കാണുന്ന ഒരാളാണ് MK സാനു മാഷ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ എല്ലാവരും അംഗീകരിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതായത് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വരെ നമുക്കൊപ്പം മുഴുവൻ സമയവും സഞ്ചരിച്ചിരുന്ന ഒരാൾ, എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് മുന്നോട്ട് പോയിരുന്ന ഒരാൾ, ആ മനുഷ്യനാണ് ഇപ്പോൾ ഈ വിട പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വേദനയാണ് എല്ലാവർക്കും. അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഓർക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അദ്ദേഹം എന്തായാലും മലയാളികൾക്ക് മറക്കാൻ കഴിയാത്തൊരു എഴുത്തുകാരനാണ്, അധ്യാപകനാണ്, ചിന്തകനാണ്, നിരൂപകനാണ്. അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ വലിയ സാന്നിധ്യമായിരുന്ന മനുഷ്യനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലത്തോളം മലയാള വിഭാഗത്തിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ വലിയൊരു ശിഷ്യ സമ്പത്ത് തന്നെയാണ് കേരളത്തിൽ ഉടനീളം അദ്ദേഹത്തിനുള്ളത്. ആലപ്പുഴയിലെ തുമ്പോളിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ആദ്യം സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യകാല
കാലം എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം വലിയ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പലപ്പോഴും ഓർത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്കൂൾ അധ്യാപകനായി തുടങ്ങുന്നു, പിന്നീടാണ് അദ്ദേഹം കോളേജ് അധ്യാപകനായി മാറുന്നത്. അങ്ങനെ എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി വരുന്നു, എറണാകുളത്ത് സ്ഥിരതാമസക്കാരനായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും എടുത്ത് പരിശോധിച്ചാൽ എണ്ണം പറഞ്ഞ കൃതികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ശ്രീനാരായണീയ ദർശനങ്ങളിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു അവസാന വാക്കെന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന ഒരാളാണ്. ശ്രീനാരായണീയ ദർശനങ്ങൾ, ശ്രീനാരായണ ഗുരു നൽകിയ വെളിച്ചം, അത് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് MK സാനുമാഷ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ശ്രീനാരായണീയ ദർശനങ്ങളിൽ ഉറച്ചു നിന്ന് പോകുമ്പോൾ പോലും അദ്ദേഹം ഇപ്പോഴത്തെ SNDP നേതൃത്വത്തോടൊക്കെ കലഹിച്ച് അവരെ വിമർശിച്ച് ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്ന MK സാനുമാഷിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിറസാന്നിധ്യമായിരുന്ന MK സാനുമാഷിനെ നമുക്ക് നഷ്ടമായിരിക്കുന്നു. നാളെ മുഖ്യമന്ത്രി അടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. പൊതുദർശനം അമൃതാശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. പ്രമുഖരെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.